നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച്, ഇതിനെല്ലാം കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചുറ്റോട് ചുറ്റുമുണ്ട്. ഇവര് ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു കാര്യത്തിനെയാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. ഇല്ലാത്ത കഥകൾക്ക് പ്രചാരം കിട്ടുന്ന ഈ നാട്ടിൽ മലപ്പുറം ജില്ല വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കള്ളത്തരങ്ങൾ അങ്ങ് ഡസ്റ്റ്ബിന്നിൽ ഇരിക്കുകയുള്ളൂ, ഞങ്ങളുടെ നാട് അന്നും ഇന്നും സത്യത്തിന്റെ കൂടെയാണ് എന്ന് മലപ്പുറം ജില്ല തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര ഭംഗിയുള്ള ഒരു വിജയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആക്കം കൂട്ടി പറഞ്ഞ ഒരുപാട് നുണകളുണ്ട്. അതിന് ചില ആളുകളെ തോളത്തിട്ട് നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് വലിയ അംഗീകാരവും വെള്ളാപ്പള്ളി നടേശന് അവർ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്നാലും ഇനി വരാനിരിക്കുന്ന നിയമസഭയിലും നമ്മൾ തെളിയിക്കാൻ പോകുന്നത്, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ഈ തോണി മറയാൻ പോകുന്നില്ല. UDF അധികാരത്തിൽ വരും, അത് മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നുള്ളതാ. ക്ഷമിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് സഹവസിച്ച് സാഹോദര്യത്തോടെ ജീവിച്ച മനുഷ്യരാണ് ഈ മണ്ണിലുള്ളത്. അവർക്ക് നേതൃത്വം നൽകുന്ന ഒരു കുടുംബം പാണക്കാട് തറവാട്ടിലുണ്ട്. അവർ കൃത്യമായിട്ട് സമയത്തും സന്ദർഭത്തിലും ഈ നാട്ടിലുള്ള ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളോടും എന്താണ് ഈ നാടെന്നും ഈ നാട്ടുകാരെന്നും ഇവിടുത്തെ സൗഹാർദ്ദമെന്നും തെളിയിച്ചിട്ടുണ്ട്. അതില് എടുത്തു പറയേണ്ട ഒരു അടയാളമാണ് ഇപ്പം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സ്മിജി. അവര് നാളെ ഈ പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ചില മറുപടികൾ വളരെ മനോഹരമാണല്ലേ. നമ്മള് മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാളും അപ്പുറം ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തിരുത്തലുകൾ കൊണ്ട്, തിരുത്തൽ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വം എല്ലാ കാലത്തും ലീഗിനോടൊപ്പം നിന്നിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് സ്മിജി എന്ന് പറഞ്ഞ നമ്മളുടെ ഉണ്ണിയേട്ടന്റെ പ്രിയപുത്രി. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായിട്ടുള്ള കാലത്താണ് ലീഗ് ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആരവം ഒരു വേള അവസാനിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നമ്മൾ നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യര് ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സമരങ്ങൾ നടക്കുന്നു അല്ലെ? എല്ലാ ഭാഗത്തും സമരമാണ്. അവിടെ അതിനിടയിൽ ഇങ്ങനെ വലിയ ക്യൂകൾ നമ്മൾ കാണുന്നുണ്ട്. ആജ്ഞകൾക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ വലിയ ക്യൂ. കേന്ദ്ര സർക്കാരിൽ നിന്ന്, കേരളത്തിലെ സർക്കാരിൽ നിന്നൊക്കെ തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചു നിന്ന് ഈ നാടിനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യന്മാരുടെ നീണ്ട ക്യൂ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് അസ്വസ്ഥരായിട്ട് ജനാധിപത്യ വിശ്വാസമുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അവർക്ക് ഈ നാടിനോട് കൃത്യമായിട്ടുള്ള ദൗത്യമുണ്ട്. അവരുടെ പിതാമഹന്മാർ ഈ നാടിനു വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ച മനുഷ്യന്മാരാണ്. ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന് കണ്ട ബ്രിട്ടീഷ് അധിനിവേശത്തെ ഈ നാട്ടിൽ നിന്നും ഓടിച്ച മനുഷ്യരാണ് ഇന്ന് ഈ രാജ്യത്ത് നിലകൊള്ളുന്ന ജനാധിപത്യ ബോധമുള്ള ആളുകൾ. അവരുടെ മക്കൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിനെ വറുതിയിലാക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രകടനങ്ങളും അവർ നടത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു നാണയം പുറത്തിറക്കി, ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. ഭാരതാംബയുടെ ചിത്രമുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിനാണ്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? രാജ്യത്തിന് വേണ്ടി വീരമൃത്യു മരിച്ച ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു, ഇത് RSSന്റെ ആളുകളുടെ ഐഡിയോളജി ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് ഈ നുണകൾ പറയുകയാണ്. സ്വാതന്ത്ര്യ സമരം ഏറെ കാലം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തില് എന്താണ് RSSന്റെ പങ്ക് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ. ആ
മനുഷ്യരാണ് ഇന്ന് ചരിത്രം തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അവര് ചരിത്രത്തിൽ നിന്നും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ വെട്ടുകയാ. ചരിത്രം പഠിക്കാൻ പാടില്ല, കുട്ടികൾ പഠിക്കാൻ പാടില്ല, അറിയാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവരിങ്ങനെ ചരിത്രത്തിനെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ നാടിന്, ഈ രാജ്യത്തിന് പ്രതീക്ഷയായിട്ട് മാറുന്നത്. പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ദേ മുന്നിലിരിക്കുന്ന ഈ സ്ത്രീകളില്ലേ, പ്രത്യേകിച്ച് മലപ്പുറത്തെ സ്ത്രീകളാണ് അവര്. മലപ്പുറത്തെ സ്ത്രീകള് ഇവര് പറയുന്നു ജനാധിപത്യ ബോധമില്ല, രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർ. നിങ്ങള് മലപ്പുറം ജില്ലയുടെ ഡെമോഗ്രാഫിക് കണക്കെടുത്തൊന്ന് നോക്കണം. ഈ ജില്ലയില് ഏറിയതും സ്ത്രീ വോട്ടർമാരാണുള്ളത്. അവരുടെ തീരുമാനമാണ് ഈ നാട് ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളുമാണ് നിരന്തരമായിട്ട് അവർ വ്യക്തമാക്കുന്നത്. ഈ മനുഷ്യരുടെ വിശ്വാസത്തിനെ, ഈ മനുഷ്യരുടെ ജനാധിപത്യ ബോധത്തിനെ റദ്ദ് ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നാടിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇവിടെയുള്ള മനുഷ്യർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളുടെ സംസാരങ്ങൾ നമ്മൾ കേട്ടു. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, ഞങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല, ഇവിടെ കൂടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറയുന്ന എത്ര മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. മലപ്പുറത്തിന്റെ പെരുമയറിയുന്ന ഒരു മനുഷ്യനും ഈ ജില്ലയിൽ നിന്ന് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകളിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മഹിമയുണ്ട്, ഒരു പൈതൃകമുണ്ട്, അവര് പുലർത്തുന്ന ഒരു നീതിയുണ്ട്. ആ ഉത്തമമായിട്ടുള്ള നീതി ഈ നാട്ടിലെ ജനാധിപത്യ ബോധ്യത്തിലുണ്ട് എന്നുള്ളത് ഈ മനുഷ്യരൊക്കെ ഒന്ന് തിരിച്ചറിയട്ടെ. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പുതിയ കാലത്തേക്ക് അടുക്കുമ്പം വിദ്യാഭ്യാസപരമായി സാമൂഹികമായിട്ടൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് ഈ ജില്ലയിൽപ്പെട്ട, ഈ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. എവിടെ നിന്നാണ് അത് വരുന്നത്? ആരാണ് ഈ പാഠം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇവരുടെയൊക്കെ ഒരു വേരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ വീടുകൾ, നമ്മളുടെയൊക്കെ അകത്തളങ്ങൾ, ആ അകത്തളങ്ങളിലുള്ള ഉമ്മമാര്, അവര് നൽകുന്ന പ്രചോദനമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മളുടെ മക്കളെ എത്തിക്കുന്നത്. ഒരു ഉമ്മയും തോറ്റുപോയിട്ടില്ല ഇവിടെ, ഒരു ഉമ്മയും തോറ്റുപോയിട്ടില്ല. അവരവരുടെ മക്കളെ പഠിപ്പിക്കുമ്പം, അവർക്ക് മറ്റുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അതിനോടൊപ്പം മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാർ ഈ നാട്ടിലുണ്ട്. എയ്റോപ്ലെയിൻ പറത്തുന്ന ഉമ്മമാര്, എയ്റോപ്ലെയിൻ പറത്തുന്ന കുട്ടികള് ഈ നാട്ടിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് എങ്കിൽ, മറിയം ജുമാന ഈ നാട്ടിൽ നിന്ന് സാധാരണ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നും കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഈ നാട്ടിലെ വീരുള്ള ഉമ്മമാരുടെ സംഭാവനയാണ്. നക്ഷത്ര തിളക്കമുള്ള സയന്റിസ്റ്റുകള് ലോകത്തിന്റെ മുകളിൽ ഉണ്ട് എങ്കിൽ അതിന് പ്രചോദനം നൽകുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ഈ നാട്ടിലെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ഉമ്മമാരാണ്. മറിയം ജുമാനയുടെ ഉമ്മയോടൊപ്പം ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മോളോട് ഞാനാ പറഞ്ഞത്, നീ നിന്റെ സ്വപ്നത്തിലേക്ക് നടക്കണം, അതിനു വേണ്ടിയിട്ട് എന്നാലാവുന്നത് ഞാൻ ചെയ്യും. ആ ലക്ഷ്യം നീ ഒറ്റയ്ക്കല്ല പ്രാപ്തമാക്കാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ചാണ് എന്ന്, നമ്മൾ കൂട്ടായിട്ടാണ് എന്ന്. അന്ന് ആ മാതാവ് അത് പറയുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യതയായിരുന്നു. പക്ഷെ ആ കുട്ടി ഇന്ന് ആകാശത്തൂടെ എയ്റോപ്ലെയിൻ പറത്തുന്നുണ്ട് എങ്കിൽ അതിൽ ആ ഉമ്മയുടെ പ്രചോദനവും കഠിനാധ്വാനവും എത്രത്തോളം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എത്രയെത്ര ഉമ്മമാരാണ് ആകാശത്തോളം സ്വപ്നം കാണാൻ വേണ്ടി മക്കളെ പ്രേരിപ്പിക്കുന്നത്. ആൺകുട്ടികളെ നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഉമ്മമാരുടെ നാടല്ലേ ഇത്. വാര്യൻ കുഞ്ഞഹമ്മദ് ആജി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ഈ നാട്ടിലേക്ക് പെറ്റിട്ട് വീണിട്ടുള്ള കുഞ്ഞായി ഷാജുമ്മ ഈ നാട്ടിലുള്ള ഒരു ഓർമ്മയാണ്. ആ ഉമ്മയുടെ പാരമ്പര്യം പേറുന്ന ഒരുപാട് ഉമ്മമാർ ഇവിടെയുണ്ട്. മകനോട് പറഞ്ഞത്, നീ നാടിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം,
ബ്രിട്ടീഷുകാർക്കെതിരെ നീ സമരം ചെയ്യണമെന്നാ ഒരു ഉമ്മ പറഞ്ഞത്. അന്ന് അങ്ങനെ ഒരു ഉമ്മ പറയുമ്പം അവര് സമർത്ഥയായിട്ടുള്ള സ്ത്രീയായിരുന്നു. കച്ചവടം നടത്തുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, കുടുംബത്തിനെ വളരെ മനോഹരമായിട്ട് പോറ്റാൻ പറ്റിയ ഒരു സൗകര്യത്തിൽ നിന്നാണ് മകനോട് ഇങ്ങനെ ഒരു ഉമ്മ കൽപ്പന നടത്തുന്നത്. ആ കൽപ്പന നടത്തുന്ന ഉമ്മമാരുടെ വികാരമുള്ള, ആ രക്തമുള്ള ഉമ്മമാർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള MSFകാര്, യൂത്ത് ലീഗുകാര് നിങ്ങൾ തുന്നിക്കൊടുത്ത കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയ പരിപാടികളിലേക്ക് പോകുമ്പം നിങ്ങൾ ഏറെ തലയെടുപ്പോടെ ഒരു കൊടി അവരുടെ കയ്യിലേക്ക് കൊടുക്കാറില്ലേ? ആ കൊടി നമ്മുടെ കൂടി നിശ്ചയദാർഢ്യത്തിന്റെ കൊടിയാണ്. ഈ നാടിനെ കുറിച്ച് പുറത്തു നിന്ന് ഇല്ലാ കഥകൾ പറയുമ്പം നീ ഈ കൊടിയെ നെഞ്ചിലേറ്റണം. ഈ നാട് നമ്മളുടെ അഭിമാനമാണ് എന്ന് പറയുന്ന ഉമ്മമാരാണ് ഈ നാട്ടിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നാട് വളരെ മനോഹരമായിട്ടുള്ള നാടാണ്. ഇതിന്റെ പാരമ്പര്യം വളരെ മനോഹരമാണ്. ഇതിന്റെ ചരിത്രം അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിനപ്പുറത്തുള്ള ആളുകൾ മതിപ്പോടെ പറയുന്ന കാര്യമാണ്. എന്നാൽ അതിലേക്ക് കല്ല് വാരിയിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ ഈ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് എന്ന് തോന്നാറുണ്ട്. അത്രയധികം ആളുകളാണ് നമ്മളുടെ പരിപാടികളിലേക്ക്, മുസ്ലിം ലീഗിന്റെ വേദികളിലേക്ക് കടന്നു വരുന്നത്, മുസ്ലിം ലീഗിന്റെ വോട്ടർമാരായിട്ട് മാറിയിട്ടുള്ളത്, മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചുകൊണ്ട്, വനിതാ ലീഗിന്റെ കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സദസ്സുണ്ടല്ലോ, ഈ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാ സഹോദരിമാരും തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ലീഗിനെ തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളതിൽ എൻ്റെ ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, അവരിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് സമൂഹത്തിലേക്ക് നിങ്ങൾ ഈ മെസ്സേജ് അയക്കുന്നുണ്ട്. ആത്മാഭിമാനത്തോടെയാണ് നമ്മൾ ഈ കൊടി മുറുകെ പിടിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും പാറിപ്പോകുന്ന കൊടിയല്ല ഞങ്ങളുടെ കയ്യിലുള്ള മുസ്ലിം ലീഗിന്റെ പതാക എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് നിങ്ങൾ. CPM കാരനോ BJP കാരനോ ഒരു പക്ഷേ ഈ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പതാക ഞങ്ങൾ കയ്യിൽ മരിക്കുവോളം കൊണ്ടു നടക്കും. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് എന്ന് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റും. അഹങ്കാരത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച മണ്ണാണിത്. അതുപോലെ ഒരു മനുഷ്യത്വമുള്ള നാടിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഒരുപാട് കഥകൾ നമുക്ക് നമ്മുടെ മലബാറിലേക്ക് വരുമ്പോഴുള്ള കഥകൾ പറയാനുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയത്തുണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഒരു മാൻ ഹോളിൽ വീണിട്ട് വളരെ പാവപ്പെട്ട, വളരെ സാധാരണക്കാരനായിട്ടുള്ള നൗഷാദ് മരണപ്പെട്ടു. ആ സമയത്ത് നൗഷാദിന് വേണ്ടി സർക്കാർ ഒരു തുക പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഈ നൗഷാദിനെ തള്ളിപ്പറഞ്ഞ, നൗഷാദിനെ ഇല്ലാക്കഥ പറഞ്ഞ, നൗഷാദിനെ എതിരെ സംസാരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് ഇന്ന് പിണറായി സർക്കാർ ഇങ്ങനെ തോളത്തിട്ട് കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും അയാൾക്ക് പ്രത്യേക വേതനം നൽകിയതുപോലെയാണ് സമുദായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ അവർ നടത്തുന്നത്. ഇതൊന്നും ഈ കേരളത്തിൽ വില പോവില്ല എന്ന് നമ്മൾ എടുത്തു പറയുകയാണ്. ആരില്ല എങ്കിലും മുസ്ലിം ലീഗ് പാർട്ടി ഈ കേരളത്തിലെ മതേതര ബോധത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.